എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിസോർട്ടിലാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഏതോ ഒരു ഫോറിൻ കൺട്രിയാണ്. പക്ഷേ അല്ല, ഇത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ കേട്ടോ. നമ്മൾ കൊല്ലംകാരായിട്ടും കൂടെ ഇതുവരെ അറിഞ്ഞില്ല ഇത്രയും നല്ലൊരു സ്ഥലം ഇത്ര അടുത്തുണ്ടെന്നുള്ളത്. ഈ വീട് പോലെ കാണുന്നതെല്ലാം ഫ്ലോട്ടിംഗ് കോട്ടേജസ് ആട്ടോ. വെള്ളത്തിലിങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അടിപൊളി റിസോർട്ടാണ് ഇത്. കുറേ ഏരിയ ഉണ്ടിത്. നമ്മൾ കുറേ ദൂരം നടന്നു വന്നു കഴിയുമ്പോഴാണ് ഈ കായലിൻ്റെ സൈഡിലുള്ള ഈ കോട്ടേജസിൻ്റെ അടുത്ത് വരുന്നത്. ഈ റിസോർട്ടിൻ്റെ എൻട്രൻസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇവിടുന്ന് പിന്നെ കുറേ ദൂരം ഉള്ളിലോട്ട് നടക്കണം. കുറേ ഏരിയ ഉണ്ട് ഇതിന്. ഫുൾ ഗ്രീനറിയാണ്. ഭയങ്കര നല്ലൊരു ആംബിയൻസാണ് അത്. ഈ റിസോർട്ടുള്ളത് കായലിൻ്റെ തീരത്തായിട്ടാണ്. നമ്മളിനി ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കായലൊക്കെ കണ്ടുകൊണ്ട് പോകാം. കായലിൻ്റെ സൈഡിലായിട്ടാണ്. ഈ പോകുന്ന വഴിയൊക്കെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതൊക്കെ നോർമൽ റൂംസ് ആയിരിക്കും. ഇവിടുന്ന് നമ്മൾ കുറേ ദൂരം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഈ ഫ്ലോട്ടിംഗ് കോട്ടേജസ് ഉള്ളത്. ഇത് അഷ്ടമുടി കായലിൻ്റെ തീരത്തായിട്ടാണ് ഉള്ളത്. നമ്മൾ ബോട്ടിലും ഹൗസ് ബോട്ടിലൊക്കെ ഇതുവഴി പോകുമ്പോൾ ഇത് കാണാൻ പറ്റും. ഇതിനുള്ളിൽ ഔട്ട്ഡോർ ഗെയിംസിനൊക്കെ കുറേ ഏരിയ ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഷോപ്പിങ്ങിന് ഇതവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. കുറേ ഏരിയ ഉണ്ട് ഈ റിസോർട്ടിന്. ഇത് ക്ലബ് മഹീന്ദ്രയുടെ അഷ്ടമുടി റിസോർട്ട്സാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. ഇത് കൊല്ലത്തുനിന്ന് വരുവാണെങ്കിൽ നമുക്കൊരു 15-20 മിനിറ്റ്സിൽ വരാം. ചവറയെന്ന് ഉള്ളിലോട്ടുള്ള റോഡിലായത്. ഗൂഗിൾ മാപ്പിൽ അഷ്ടമുടി റിസോർട്ട്സ് എന്ന് അടിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങ് വരാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻസൊക്കെ എഴുതണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.